ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി എന്ന് നാം വായിക്കുന്നു. രൂത്ത് എന്ന പ്രിയപ്പെട്ടവൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയായി ജീവിച്ചു. വചനധ്യാനവും പ്രാർത്ഥനയും ആരാധനയുമുള്ള ഒരു വ്യക്തിയോട് ചേർന്ന് നിന്നു. യോഹന്നാൻ യേശു കർത്താവിൻ്റെ മാറോട് ചാരിയതുപോലെ ഈ സഹോദരി നവോമിയോട് ചേർന്ന് നിന്നു. നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. അതെ, ഒരു നല്ല തീരുമാനത്തിലെത്തി. അബ്രഹാമും ഇസഹാക്കും ചേർന്ന് നടന്നതുപോലെ ചേർന്നിരുന്നു, ചേർന്ന് നടന്നു, ചേർന്ന് പ്രവർത്തിച്ചു. ദൈവസാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ബോവസിൻ്റെ വയലിൽ പെറുക്കുവാൻ ചെന്നപ്പോൾ വിലക്കില്ലാതെ അവൾക്ക് പെറുക്കുവാൻ അധികാരം കിട്ടി. പക്ഷെ ബാല്യക്കാരുടെ പിറകിൽ നിന്നു അവൾ പെറുക്കി. പരാതിയില്ല, പരിവട്ടമില്ല, പരിഭവമില്ല, ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇന്ന ദേശത്തു നിന്ന് വന്നിട്ട്, ഞാനിവിടെ അതിഥിയായി വന്നിട്ട് നിങ്ങളെല്ലാവരും എന്നെ അവഹേളിക്കുന്നു, അപമാനിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ബഹളമുണ്ടാക്കി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ശാന്തമായി നിന്ന് അവൾ പിറക്കിയെടുത്തു. അതെ, പിറകി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ പിറകി നിൽക്കണം. ദൈവം ഒരുവനെ പിറകിൽ നിർത്തി പ്രവർത്തിക്കും. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും തഴഞ്ഞു എന്നൊരു ചിന്ത വരരുത്. അവർ തഴഞ്ഞു എന്ന് ചിന്ത വന്നാലും സാരമില്ല. ദൈവം നിന്നെ മുൻനിരയിൽ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നിൽ നിൽക്കുക എന്നത്. അതുകൊണ്ട് പിന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. ഞാൻ ആരോ ആണ്, എനിക്കെല്ലാം അറിയാം, എനിക്ക് എന്നെപ്പോലെ കഴിവുള്ള ഒരാളില്ല എന്നൊക്കെ തെളിയിക്കാൻ ശ്രമിക്കാതെ മുന്നണിയിൽ വന്നിട്ട് എല്ലാവരും കാണുക, എൻ്റെ കഴിവ് കണ്ടോ എന്ന് പറയാതിരിക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ, മുന്നണിയിൽ കയറി ഇടിച്ചു കയറി വന്നെല്ലാം ചെയ്താൽ അവസാനം പിന്തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടാവും. അത് വരാതിരിക്കാൻ പിന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ കിട്ടുന്നത് അല്ലെങ്കിൽ ചെയ്യാവുന്നത് ചെയ്യുക. അപ്പോൾ മുന്നണിയിൽ വരുവാനുള്ള വഴികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. അങ്ങനെയാണല്ലോ രൂത്തിൻ്റെ ജീവിതത്തിലും വഴി തുറന്നത്. പിന്നിൽ നിന്ന് പിറക്കി അതിൽ വിശ്വസ്തയായി നിന്നു. പിറക്കിയത് കൊണ്ടുവന്ന് അത് മെതിച്ചപ്പോൾ ഒരു പറ ലഭിച്ചു എന്നാണ് വായിക്കുന്നത്. അതെ, കിട്ടിയത് ഒരു പറയാണെങ്കിലും അതിൽ സന്തോഷിക്കുക, അതിൽ ആനന്ദിക്കുക. അങ്ങനെ ഇരിക്കവേ മുന്നണിയിൽ വരുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ പരിപാടിയും പദ്ധതിയും നമുക്കറിയത്തില്ല. നാം ഓരോരുത്തരും പലപ്പോഴും പലയിടത്തും തള്ളപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും പരിചയമുള്ളവരും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞവരുമൊക്കെ കൈവിട്ടിട്ടുണ്ട്. അവർ സമയമാകുമ്പോൾ തള്ളിപ്പറയും, സമയമാകുമ്പോൾ തള്ളിക്കളയും. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി. അതെ, ചില വിഷമിപ്പിക്കുന്ന സഹോദരിമാരൊക്കെ നമുക്കുണ്ടാകും. യോബിൻ്റെ ജീവിതത്തിലും വിഷമിപ്പിക്കുന്നവരാണ് വന്നത്. എന്നാൽ സർവശക്തനായ ദൈവം യോബിൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർത്തപ്പോൾ അവരുടെയൊക്കെ വാ അടഞ്ഞു. വാ അടയ്ക്കാൻ നമ്മൾ പോകണ്ട. സർവശക്തനായ ദൈവം നമ്മളെ എന്ത് ചെയ്യും? മാനിക്കുമ്പോൾ തന്നെ അവരുടെ വാ അടഞ്ഞോളും. അതുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി സമർപ്പിച്ചുകൊണ്ട് രൂത്ത് പിന്നിൽ നിന്നു. അവസാനം ഒരു ദിവസം ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ രൂത്ത് മുന്നണിയിൽ വരുവാനിടയായി. ബോവസിൻ്റെ വയലിൽ അധ്വാനിച്ചവൾ ബോവസിൻ്റെ ഭവനത്തിലെ അംഗമായി, ബോവസിൻ്റെ ശരീരമായി. അതെ, ഓബേദിൻ്റെ അമ്മയായി. ദൈവനാമം മഹത്വപ്പെടുത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ അവൾ അതെ പിറക്കിയെടുത്തത് ചവിട്ടി മെതിച്ച ഒരു പറയാണെങ്കിൽ
അവളന്ന് അതേ ദൈവസന്നിധിയിൽ പിറക്കിയതിന് തുല്യമായിട്ടവൾ അളന്നു കൊടുക്കുവാൻ ഇടയാക്കി തീർത്തു. അളന്നു കൊടുക്കത്തക്കവൺ ബാല്യക്കാരത്തികളെല്ലാം ഇപ്പോൾ യജമാനത്തിൽ നിന്ന് വിളിക്കത്തക്കവണ്ണം ഉന്നതമായ നിലയിൽ എത്തിച്ച ദൈവത്തിന് മഹത്വം കൊടുത്ത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്കും പിന്നിൽ നിൽക്കേണ്ട സമയങ്ങളിൽ പിന്നിൽ നിന്നാൽ മുന്നിൽ വരുവാനുള്ള വഴി ദൈവം തുറക്കും. അപ്പോൾ നമുക്ക് എല്ലാവരാലും അംഗീകാരവും മാന്യതയും ലഭിക്കും. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.